ഹോങ്കോങ്ങിനെതിരെ നടന്ന സൗഹൃദ മത്സരത്തിൽ സൂപ്പർ താരം ലയണൽ മെസ്സി ഇന്റർ മയാമിക്കായി കളിക്കാതിരുന്നത് ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദമായിരുന്നു. മത്സരത്തിൽ മെസ്സി ഇറങ്ങാതിരുന്നത് ആരാധകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കി. ഇതുമാത്രമല്ല, സർക്കാർ പോലും സംഭവത്തിൽ സംഘാടകരോട് വിശദീകരണം ആവശ്യപ്പെട്ടു. പരിക്കിന്റെ പിടിയിലായതിനാലാണ് മെസ്സിക്ക് ഹോങ്കോങ്ങിൽ കളിക്കാൻ സാധിക്കാതിരുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഫുട്ബോൾ പ്രേമികൾ അതിലൊന്നും ശാന്തരായില്ല. ഹോങ്കോങ്ങിൽ കളിക്കാതിരുന്ന മെസ്സി ഇതിനുശേഷം ജാപ്പനീസ് ക്ലബ്ബായ വിസൽ കോബിനെതിരെ നടന്ന മത്സരത്തിൽ കളത്തിലെത്തി. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും വേറെ തലത്തിലേക്ക് പോവുകയും ചെയ്തു. രാഷ്ട്രീയ കാരണങ്ങൾ മെസ്സി കളിക്കാത്തതിന് പിന്നിലുണ്ടെന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു. ചൈനയിൽ ശക്തമായ മെസ്സി വിരുദ്ധ വികാരമാണ് പൊട്ടിയത്. ഇതോടെ അടുത്ത മാസം ചൈന ആതിഥേയത്വം വഹിക്കേണ്ടിയിരുന്ന അർജന്റീനയുടെ 2 സൗഹൃദ മത്സരങ്ങൾ അവർ റദ്ദാക്കി. ഇപ്പോൾ ഈ കളിയിൽ നിന്ന് താൻ വിട്ടുനിന്നത് എന്തുകൊണ്ടാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ലയണൽ മെസ്സി. രാഷ്ട്രീയപരമായ ഒരു കാരണവും താൻ കളിക്കാത്തതിന് പിന്നിലില്ലെന്ന് പറയുന്ന മെസ്സി, പരിക്കാണ് തനിക്ക് തിരിച്ചടിയായതെന്നും വ്യക്തമാക്കി. മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെ: ഹോങ്കോങ്ങിലെ മത്സരത്തിന് ശേഷം ഞാൻ നിരവധി കാര്യങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്തു. യഥാർത്ഥ വിശദീകരണം നിങ്ങൾ അറിയാനും തെറ്റായ കാര്യങ്ങൾ വായിക്കാതിരിക്കാനുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ എപ്പോഴും കളിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. രാഷ്ട്രീയവും ഒരു ബന്ധവുമില്ലാത്ത മറ്റു ചില കാരണങ്ങൾ മൂലമാണ് ഞാൻ ഹോങ്കോങ്ങിൽ കളിക്കാൻ തയ്യാറാകാതിരുന്നത് എന്ന് പറയുന്നത് കണ്ടു. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കരിയറിൽ പലതവണ ജപ്പാനിലേക്കോ ചൈനയിലേക്കോ പോകില്ലായിരുന്നു. ചൈനയുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. പരിക്കിനെ തുടർന്നാണ് ഹോങ്കോങ്ങിൽ കളിക്കാൻ സാധിക്കാതിരുന്നത്. സൗദി അറേബ്യയിൽ കളിച്ച ആദ്യ മത്സരത്തിൽ പരിക്കലട്ടി. അവിടുത്തെ 2ാം മത്സരത്തിൽ കളിക്കാൻ ശ്രമിച്ചതോടെ അത് രൂക്ഷമായി. ഹോങ്കോങ്ങിനെതിരെ മത്സരത്തിൽ കളിക്കാനാവുന്നതെല്ലാം ഞാൻ ചെയ്തു. തലേദിവസം പരിശീലന സെഷനിൽ പങ്കെടുത്തു. എന്നാൽ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനാൽ കളിക്കാൻ സാധിച്ചില്ലെന്നും മെസ്സി വിശദീകരിച്ചു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.